നമസ്കാരം. ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് അടുക്കവേ 2004 പൊതു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു അടിയൊഴുക്ക് രാഷ്ട്രീയ ഭൂപടത്തിൽ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ പലരും ഉത്തരേന്ത്യയിൽ നിന്നുള്ള തന്നെ ചില മാധ്യമ പ്രവർത്തകരടക്കം ചില മാധ്യമ സുഹൃത്തുക്കളടക്കം പറയുന്നത്. കാരണം ഇന്ത്യയിലെ മിക്കവാറും, ഞാൻ 2004 കാര്യം പറയുന്നത്, മിക്കവാറും എല്ലാ ദേശീയ മാധ്യമങ്ങളും ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളുടെ കൈകളിലെത്തിയതിനാൽ ദേശീയ തലത്തിലുള്ള പല രാഷ്ട്രീയ ചലനങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. 2004 എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് വാജ്പേയിയുടെ നേതൃത്വത്തിലെ NDA സഖ്യം അന്ന് പരാജയപ്പെടുന്നു. കാരണം അന്ന് നമുക്കറിയാമല്ലോ, വലിയ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സഖ്യമാണ് അന്ന് അധികാരമേൽക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ളൊരു നിശബ്ദ വിപ്ലവ സാധ്യത വോട്ടർമാർക്കിടയിൽ രൂപം കൊള്ളുന്നുണ്ട് എങ്കിലും ഇത് ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ഒരു സർപ്രൈസ് ഉണ്ടാക്കുവാൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു സങ്കല്പം. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോഴും ഇലക്ട്രോണിക് വോട്ട് യന്ത്രം ഉൾപ്പെടെയുള്ള സജീവ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റായിട്ട് മാറാൻ എന്തുകൊണ്ടോ ഈ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല, അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുന്നണിയുടെ ആരംഭശൂരത്വം എന്ന് പറയപ്പെടുന്നത്, ആരംഭശൂരത്വം ചോർന്നതിന് പലരും പഴിക്കുന്നത് കോൺഗ്രസിനെയാണെങ്കിൽ കൂടിയും ഈ കാര്യത്തിൽ ഇതര പ്രതിപക്ഷ കക്ഷികൾക്കും സമാനമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം നിലവിലെ മോദി സർക്കാരിനെതിരെ വോട്ടർമാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തിയാണ് നിശബ്ദ വിപ്ലവത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് പറയാൻ ഇവർക്ക് കാരണമായി പറയുന്നത്. പക്ഷേ അതുണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഭരണത്തിൻ്റെയും സാമൂഹികക്ഷേമത്തിൻ്റെയും നിരവധി നിർണായക വംശങ്ങളെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഈ അസംതൃപ്തിയുടെ കാരണങ്ങൾ പലതാണ് എന്നിവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നായിട്ട് പറയുന്നത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഇന്ധനവിലയും ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഇവയൊക്കെ തുടങ്ങിയ പ്രശ്നങ്ങളോടൊപ്പം ഇലക്ട്രൽ ബോണ്ട് എന്ന ആഗോള അഴിമതിയും ജനമനസ്സ് BJPക്ക് എതിരാവാൻ കാരണമായിട്ടുണ്ട് എന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കരുതുമ്പോഴും അത് കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തതിലുമൊക്കെ യുവാക്കളും ഏറെ അസംതൃപ്തരാണ് എന്നാണ് ഇവർ പറയുന്നത്. കാർഷിക പ്രതിസന്ധിയും ഒരു വിഷയമായിട്ട് ഇവർ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടുള്ള സമീപകാല കർഷകരുടെ പ്രതിഷേധങ്ങൾക്ക് ശേഷവും മിനിമം താങ്ങുവിലയെക്കുറിച്ചും കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ചുമുള്ള ആശങ്കകളും കർഷകരിൽ വ്യാപകമായിട്ടുള്ള അസംതൃപ്തി പടർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം. ആരോഗ്യവും വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പാടെ പരാജയപ്പെട്ട താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കിടയിൽ വ്യാപകമായിട്ടുള്ള അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ജാതീയവും സാമൂഹികവുമായിട്ടുള്ള ധ്രുവീകരണമാണ് മറ്റൊരു കാരണമായി ഇവർ പറയുന്നത്. പൗരത്വ നിയമങ്ങളെയും സാമൂഹിക നയങ്ങളെയും കുറിച്ചുള്ള മോദി സർക്കാരിൻ്റെ നിലപാടുകൾ സമൂഹത്തിൽ വിഭജനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഇവർ പറയാൻ ശ്രമിക്കുന്നു. പലപ്പോഴും മതപരവും ജാതിപരവുമായിട്ടുള്ള ധ്രുവീകരണം വോട്ടർമാരിൽ ഒരു വിഭാഗത്തെ പാർശ്വവൽക്കരിക്കുകയും നിലവിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ ഒരു ബദലിനായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. രാഷ്ട്രീയ എതിരാളികളെ EDA ഉപയോഗിച്ച് വേട്ടയാടുന്നതും അവരുടെ ഫണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികൾ അടക്കമുള്ളവ ഉണ്ടാകുന്നതും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലയ്ക്ക് കോർപ്പറേറ്റ് സുഹൃത്തുക്കൾക്ക് വിറ്റഴിച്ച നടപടികളും സർക്കാരിന് അപ്രിയമായിട്ടുള്ള വാർത്തകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അപ്രഖ്യാപിത സെൻസർഷിപ്പുമെല്ലാം മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട ജനവികാരങ്ങളായിരുന്നുവെന്നും അത്തരത്തിലുള്ള ജനവികാരം രൂപപ്പെടുത്തുവാൻ ഇടയായ കാരണങ്ങളായിട്ടും ഇവർ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിൽ BJPയുടെ പോരാട്ടം മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടോ മുന്നണികളോടോ ആയിരിക്കില്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളുമായിട്ടായിരിക്കും എന്നാണ് ഇവരുടെ വാദം. 2004 പൊതു തിരഞ്ഞെടുപ്പ് കാലവുമായി ഇന്നത്തെ സമാനതകൾ ശ്രദ്ധേയമാകുന്നത് അനുകൂലമായിട്ടുള്ള മാധ്യമ വിവരണവും അഭിപ്രായ സർവേകളും മൂലം ഇന്ത്യ തിളങ്ങുന്നു എന്ന വ്യാപകമായിട്ടുള്ള പ്രചരണത്തിൽ ഭരണകക്ഷിയുടെ വിജയത്തിൻ്റെ വികാരം അന്നും നിലനിന്നിരുന്നു. എന്നിരുന്നാലും ദൈനംദിന ജീവിതത്തെയും ഉപജീവനത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേരൂന്നിയ വോട്ടർമാരുടെ മനസ്സ് വായിക്കുന്നതിൽ അഭിപ്രായ സർവേകൾ പരാജയപ്പെട്ടു. അന്ന് ആരും കാണാതെ പോയ മാറ്റത്തിൻ്റെ കാറ്റ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചലനാത്മകവും പലപ്പോഴും പ്രവചനാതീതവുമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ തെളിവാണ് എന്ന് പറയേണ്ടി വരും. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരുടെ അടിയന്തരമായിട്ടുള്ള ആശങ്കകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു പ്രായോഗിക ബദൽ രൂപവൽക്കരിക്കുവാനും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ലഭിച്ചിട്ടുള്ള അവസരം വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയോ എന്നുള്ള സംശയം ഇപ്പോഴും അവർക്കുണ്ട്. ചരിത്രം ആവർത്തിക്കുവാനുള്ള സാധ്യതയുടെ വക്കിൽ നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിലെ നിശബ്ദ വിപ്ലവം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രൂപരേഖയ്ക്ക് അടിവരയിടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൽ പലപ്പോഴും അവസാനം വരെ നിശബ്ദത പാലിക്കുന്ന വോട്ടർമാരുടെ ശബ്ദത്തിന് അതിൻ്റെ വിധി രൂപപ്പെടുത്തുവാനുള്ള ആത്യന്തികമായിട്ടുള്ള ശക്തി ഉണ്ടെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും ഇനി വരാനിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണി എന്തിനു രൂപീകരിച്ചു? ആ മുന്നണിയുടെ നിർണായകമായ നീക്കങ്ങൾ എങ്ങോട്ടായിരുന്നു? രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾ നടത്തുവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിൽ? അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്? അത് പറയുവാനോ
വർഗീയതയോ അഴിമതിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തെന്ന് തിരഞ്ഞെടുപ്പുകളിൽ നിരത്തുവാനോ ഈ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പറയാൻ വാക്കുകളില്ലാതെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും കഴിയാത്ത ഒരു പ്രതിപക്ഷമായി തരംതാണു പോകുന്നുണ്ടോ ഇന്ത്യ മുന്നണി? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. ആ ഇന്ത്യ മുന്നണി കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട് ജനങ്ങൾക്ക് മുൻപിൽ. കാരണം നിങ്ങളൊരു പ്രതിപക്ഷമാണ്, മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം. പക്ഷേ ആ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിൽ നിന്ന് എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ത്യ പോലെ ഭാരതം പോലത്തെ ഒരു രാജ്യത്തെ ഭരിക്കാൻ കഴിയുക എന്ന് ആ ജനങ്ങൾ ചിന്തിച്ചാൽ അതിന് നിങ്ങൾക്ക് തെറ്റു പറയാൻ കഴിയുമോ? അതുകൊണ്ട് നിർണായകമായ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഏത് തലത്തിലാണോ ഭരണവിരുദ്ധ വികാരത്തെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയം. നിങ്ങളുടെ ഒത്തൊരുമയില്ലായ്മയാണ് നിങ്ങളുടെ പരാജയം. മാത്രമല്ല, നിങ്ങൾക്ക് നയിക്കുവാൻ ഒരു നേതാവില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളെല്ലാവരും അധികാര കൊതിയന്മാരും അഴിമതിക്കാരുമാണ് എന്ന് ജനം വീണ്ടും വിധി എഴുതാൻ പോകുന്നു. അതാണ് 2024 നിർണായകമായ തിരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന.